ഇന്ന് നമുക്കറിയാവുന്ന പോലെ ദൈവരാജ്യവും അന്ധകാരത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ മക്കളും പിശാചിന്റെ മക്കളും തമ്മിൽ വലിയ പോരാട്ടം നടക്കുകയാണ്. ഉൽപ്പത്തിയിൽ തുറന്നുവിട്ട സ്തോത്രം ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ, ആമേൻ. There will always be a remnant. പിശാച് എത്ര ആഞ്ഞു ശ്രമിച്ചാലും ദൈവത്തിന്റെ ഒരു ശേഷിപ്പ് ദൈവരാജ്യത്തെ കൊണ്ടുവരുവാൻ ഹല്ലേലൂയ എപ്പോഴും പിശാചിനോട് പോരാടുന്ന ഒരു ശേഷിപ്പ്. ഉൽപ്പത്തി 1 മനുഷ്യനെ അനുഗ്രഹിച്ച ദൈവം 3-ാം അധ്യായമായപ്പോൾ ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ച് ദൈവത്തിന്റെ പ്രമാണങ്ങളെ ലംഘിച്ച് പിശാചിനും സ്ത്രീക്കും അവയ്ക്കും ആദാമിന്റെ മേലും ദൈവത്തിന്റെ ശാപങ്ങളെ തുറന്നു വിടുകയാണ്. അപ്പോൾ പാപം എന്താ ചെയ്യുന്നത്? നാം ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ചു എന്ന് മാത്രമല്ല, പാപം റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം പറയുന്ന പോലെ ഒരു മനുഷ്യന്റെ പാപം നിമിത്തം മരണം മനുഷ്യകുലത്തിലേക്ക് ലോകത്തിലേക്ക് പ്രവേശിച്ചു. ഒരു മനുഷ്യന്റെ പാപം, നമ്മുടെ പാപം എന്താ ചെയ്യുന്നത്? നാം പാപം ചെയ്തു, ദൈവ കൽപ്പനകൾ ലംഘിച്ചു എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ ശാപങ്ങൾക്ക് വേണ്ടി നാം തുറക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ.